ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. KSRTC ഓർഡിനറി ബസ്സുകളിൽ നടപ്പാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖല നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ബസ് ഉടമകൾ നിരാഹാര സമരം നടത്തി. ഈ ആവശ്യമുന്നയിച്ച് ജൂലൈ 20 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിലും 6 ദിവസത്തെ റിലേ സത്യാഗ്രഹ സമരം നടത്തുമെന്ന് ബസ് ഉടമകൾ അറിയിച്ചു. സ്വകാര്യ ബസ്സുകൾക്ക് നഷ്ടപരിഹാരം അനുവദിക്കുക, പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുക, പൊതുഗതാഗത രംഗത്ത് സ്വകാര്യ ബസ്സുകൾക്ക് തുല്യനീതി ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിരാഹാര സമരം നടത്തുക. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയ ശേഷം സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞെന്ന് ഉടമകൾ പറഞ്ഞു. പല സർവീസുകളും കനത്ത നഷ്ടം നേരിടുകയാണ്. ഗ്രാമീണ മേഖലകളിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണെന്നും ഉടമകൾ വിശദീകരിച്ചു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ നടന്ന നിരാഹാര സമരം CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KT വാസുദേവൻ അധ്യക്ഷനായിരുന്നു. കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബസ്സിന് 3000-4000 രൂപ കളക്ഷനിൽ കുറവുണ്ടാകുകയാണ്. നിങ്ങൾ ഈ സൗജന്യം കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. അതിനിടയിൽ ഗവൺമെന്റ് ടാക്സ് ഇനത്തിൽ 50% ഇളവ് തരുകയുണ്ടായി. വളരെയേറെ സ്വാഗതാർഹമാണത്. എന്നാൽ ദിനം പ്രതി 3000-4000 നഷ്ടപ്പെടുമ്പോൾ ഈ 50% ടാക്സ് ഇനത്തിൽ വന്ന ഇളവ് ഒരു ദിവസത്തേക്ക് സീറ്റ് അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 125, 135, 140, 150 രൂപയാണ് ദിനം പ്രതി നിങ്ങൾക്ക് ഈ 50% ടാക്സ് ഇളവുകൾ കൊണ്ട് കിട്ടുന്നത്. സെക്രട്ടറി ബീരാൻകോയ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി TV ഉണ്ണികൃഷ്ണൻ, കൗൺസിലർ N ശിവപ്രസാദ്, സലീം മടവൂർ, സലീം രാമനാട്ടുകര, ബിജു പൂതംകണ്ടി, K രതീഷ്, K ഷാജി, PP കുഞ്ഞൻ, മനോജ് നിർമ്മലാനന്ദ, E റനീഷ്, TV ബാബു, MS ഷാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രവാസി ദോഹ ബഷീർ